ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോർട്ട്ഫോളിയോനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോർട്ട്ഫോളിയോ നമ്മൾ ബിഹാൻസ് അതുപോലെ ഡ്രിബിൾ അതുപോലെ പേഴ്സണലി വെബ്സൈറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, നമ്മളെ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരു UI അല്ലെങ്കിൽ UX ഡിസൈനറെ പോർട്ട്ഫോളിയോയിൽ വർക്ക് ഷോക്കേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം വീഡിയോയിൽ നമ്മളിപ്പോൾ ബിഹാൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രൊഫൈലുകൾ നമുക്കതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ UI ഡിസൈനർ പോർട്ട്ഫോളിയോ അതുപോലെ UX ഡിസൈനർ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം. നിങ്ങൾ ബിഹാൻസ് പോയി കഴിഞ്ഞാൽ അറിയാം, ഒരു വൈഡ് ഏരിയ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബിഹാൻസ്. അതായത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിസൈനേഴ്സിൻ്റെ വർക്കുകൾ ഷോക്കേസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത് അഡോബിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമുക്കിതിൽ ഫ്രീ ആയിട്ട് നമുക്ക് എന്താക്കാം, അക്കൗണ്ട് ഉണ്ടാക്കാം. ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അതിൽ നമുക്ക് എന്താക്കാം, നമ്മളെ ബാനർ അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. കൂടാതെ നമുക്ക് പ്രൊജക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ്ലി പ്രൊജക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ പ്രൊജക്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താക്കാം, ഒരു ആർട്ട് ബോർഡ് കിട്ടും, വലിയൊരു ആർട്ട് ബോർഡ്. അപ്പോൾ അതിൽ നമുക്ക് ഇമേജസ് ആയിട്ടും അതുപോലെ എംബഡഡ് കോഡും വീഡിയോസും അതുപോലെ ടെക്സ്റ്റ് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമുക്കതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ബിഹാൻസ് പ്രൊഫൈൽ ഉണ്ടാക്കാം എന്നുള്ളത്. അതായത് ബിഹാൻസ് പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈസ് വേണ്ടത് മിനിമം നമ്മൾ ഒരു 1400 വിഡ്ത്തും പിന്നെ ഹൈറ്റ് എത്രയായാലും കുഴപ്പമില്ല, നമ്മുടെ പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഹൈറ്റ്. അപ്പോൾ ഒരു 1400 വിഡ്ത്ത് മിനിമം കീപ്പ് ചെയ്യുക, എന്നാലേ നമുക്ക് ഫുൾ സ്ക്രീൻ കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കീപ്പ് ചെയ്യുക, പിന്നെ ഹൈറ്റ് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റ്, ഇപ്പോൾ ഒരു UI ഒരു ആപ്പിൻ്റെ ഒരു പ്രൊജക്റ്റ് ആണെന്ന് വിചാരിച്ച്, അപ്പോൾ അത് നമ്മൾ UIനെ ഷോക്കേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആപ്പ് എന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണം അതിലെ സ്ക്രീൻസുകൾ, ഇപ്പോൾ ലോഗിൻ സ്ക്രീൻ, ഓൺ ബോർഡിങ് സ്ക്രീൻ കാര്യങ്ങൾ പറയാം. പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മേജർ ആക്ഷൻസ് എന്തൊക്കെയാണ്, മേജർ ആക്ഷൻസ് അത് കൊടുക്കാം. പിന്നെ അതിലെ ഫോൺസ്, അതുപോലെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ്, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഐക്കൺ ഫോൺസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യും. പിന്നെ കൂടാതെ അതിലെ ഒബ്ജക്റ്റുകളുടെ ബിഹേവിയർ, അതുപോലെ എന്തെങ്കിലും അഡീഷണൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്, അത് മെൻഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷോക്കേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഷോക്കേസ് ചെയ്യാം. പിന്നെ കൂടാതെ നമുക്ക് അതിലെ ആനിമേഷൻസ്, ട്രാൻസിഷൻസ് ഒക്കെ നമുക്ക് വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ എംബെഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ വീഡിയോ എംബെഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്തുതരാം, എങ്ങനെ വീഡിയോ നമുക്ക് ഇതിൽ എംബെഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഷോക്കേസ് ചെയ്യുക. ബിഹാൻസിൽ UI ഡിസൈനർ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ UX ആളാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാം. അതിൽ കേസ് സ്റ്റഡീസ് ഉണ്ടാവും, അതുപോലെ യൂസർ ഫ്ലോ കാര്യങ്ങൾ, വയർ ഫ്രെയിമിങ്, അതുപോലെ ഫ്ലോ ചാർട്ട്, ഇതൊക്കെ നമുക്കതിൽ കൊടുക്കാൻ പറ്റും. പിന്നെ കൂടാതെ നമുക്ക് ബെസ്റ്റായിട്ട് നമ്മളെ പ്രൊഫൈല് അതുപോലെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു UX ഡിസൈനറെ ലെവലിലേക്ക് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആ ലെവലിൽ ഷോക്കേസ് ചെയ്യുന്നത്. ഇപ്പോൾ UI ഡിസൈനർ ആണെങ്കിൽ മെയിനായിട്ട് അയാൾ UIയിലായിരിക്കും ഫോക്കസ് ചെയ്യുക, അപ്പോൾ UI കാണിച്ചാൽ മതി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും പോർട്ട്ഫോളിയോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ചെയ്ത വർക്കിൻ്റെ ഫുള്ളി ഡീറ്റെയിൽ നമുക്കിപ്പോൾ ക്ലയൻറ്റിനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ജോബ് നോക്കുമ്പോൾ ആ ഒരു എംപ്ലോയേഴ്സിനായിക്കോട്ടെ, അവർക്ക് നമ്മളെ ഫുള്ള് ഡീറ്റെയിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും വർക്ക് ഷോക്കേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഇതുപോലെ നല്ല വൃത്തിക്ക്, അതായത് ബിഹാൻസ് നിങ്ങൾക്കറിയാം ഫ്രീ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഫ്രീ ആയിട്ട് അക്കൗണ്ട് എടുക്കുക, അതുപോലെ ബിഹാൻസിൽ നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. അപ്പോൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ എന്താക്കുക, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ എനിക്ക് ലിങ്ക് അയച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് വീഡിയോ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് കൂടി ഞാൻ പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങളെ ബെസ്റ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് എന്താക്കുക, ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ID താഴെ കൊടുക്കാം. ഇൻസ്റ്റഗ്രാമിൻ്റെ IDയിലേക്ക് നിങ്ങൾ എന്താക്കുക, മെസ്സേജ് ചെയ്യാം. ഞാൻ എന്താക്കുക, അതിൽ ബെസ്റ്റ് 5നെ ഞാൻ സെലക്ട് ചെയ്തിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് ബിഹാൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ ബിഹാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇഷ്യോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, തീർച്ചയായും കമൻറ്റ് ചെയ്യുക, നമുക്കതിന് സൊല്യൂഷൻ കണ്ടെത്താം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യുക, ഞാൻ എന്താക്കുക റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും നമുക്ക് എന്താക്കാം,
നല്ലൊരു പ്രൊഫൈലോ അല്ലെങ്കിൽ നല്ലൊരു പോർട്ട്ഫോളിയോ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു ജോബ് കിട്ടി അല്ലെങ്കിൽ പെട്ടെന്നൊരു ക്ലയൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊജക്റ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പോയി ഉണ്ടാക്കുന്നതിന് പകരം കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ചാൻസ് ആയിരിക്കും നിങ്ങൾക്ക് ആ ജോബോ അല്ലെങ്കിൽ ആ എന്താ പറയുക വർക്കോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നേരത്തെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് എന്താക്കാം നെക്സ്റ്റ് വീക്ക് കാണാം. സീ യു ബൈ ഗൈസ്.